ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാമെന്ന്. അതിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി പറ്റി കുഞ്ഞുമാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിന് മുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെയുള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞത്. എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയോട് ഞാൻ പതുക്കെ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറയുകയും അവർക്കത് താല്പര്യമാവുകയും അങ്ങനെ അവർ ഈ പ്രോജക്റ്റിലേക്ക് എത്താണ്. അതിൽ ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള എൻ്റെ മനസ്സിൽ ആദ്യം തെറ്റുണ്ടായിരുന്നു മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ കണ്ണാടിക്കൂടും കുട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ടാസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. ഇന്നസെൻസ് കൊണ്ടും നർമ്മം കൊണ്ടും ഒക്കെ, പിന്നെ ആദ്യം ഒരു ടോം ബോയിഷ് ആയിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് വളരെയധികം ആ ഒരു ഫെമിനിറ്റിയോട് കൂടി വരുന്ന അത്രയും അധികം പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വളരെ ചുരുക്കമാണ്. അഭിരാമി ഇപ്പൊ കഴിഞ്ഞ 27 ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ ആണ്. സമറിൻ ബദ്ലഹമിനെ പോലെ തന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. അപ്പം വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജു വാര്യർ ആണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് put your hands together for നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി. ചേച്ചി എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ശരിക്കും. ഇപ്പൊ ഇവിടെ സിബി സാറും സിയാദിക്കാൻ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമറിൻ ബദ്ലഹമിന്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ള ഒരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള, എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്, 18 വയസ്സ്. അപ്പോ അന്ന് സിബി സാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണമുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ, അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷേട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ. അപ്പൊ അതിലിവിടെ നിവിയുണ്ട്, അൻസുണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപിലാതെ എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും. പിന്നെ സിയാദ് പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത്. അപ്പൊ എല്ലാവരുടെ ഫാമിലീസും എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ലിൻബർത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും. ജനാർദ്ദനൻ ചേട്ടനും സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സുകുമാരി അമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്നത് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടന്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ലേയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്ന ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് പൂർണ്ണമായിട്ടും സിരി സാറിന്റെയും രഞ്ജിയേട്ടന്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയെ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ
കിടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരു റിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ളൊരു സിനിമ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്ക്കയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റിലീസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. ആക്ച്വലി നിങ്ങൾക്ക് 3 പേർക്കും യു ക്യാൻ ടേക്ക് എ ലുക്ക് ബാക്ക്. പുറകിലെ LED സ്ക്രീനിൽ ഒരു മെമ്മറി വാൾ ഉണ്ട്. ഇവരാണോ ആ സൈഡിൽ ഇരിക്കുന്ന കുട്ടികൾ അല്ലേ? ഓൾ റൈറ്റ്. അപ്പം അവരെ ഫോട്ടോസ് ഒക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇൻഡൾജ്ഡ് ആയി പോയി. എങ്കിലും ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സെറമണിയാണ് അടുത്തതായി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇത്ര മനോഹരമായിട്ട് അഭിരാമിയെ ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ച മഞ്ജു ചേച്ചിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഒരു മൊമെന്റോ എന്ന രൂപേണ നമ്മൾ കൈമാറാൻ പോവുകയാണ്. അതിനായി സിയാദ് സാറിനെയും സിദി സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. മഞ്ജു ചേച്ചി, പ്ലീസ് റിസീവ് ഇറ്റ് ഫ്രം us. സമരൻ ബദ്ലഹീം എന്ന സിനിമയെ സ്നേഹിക്കുന്ന, ആമിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹമാണിത്. ഒരു വലിയ കൈയടി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക്, നമ്മുടെ ആമിക്ക്. താങ്ക് യു സോ മച്ച്. 3 പേരോട് റിക്വസ്റ്റിംഗ് യു ടു ജോയിൻ ദി ഓഡിയൻസ്. താങ്ക് യു ചേച്ചി. വയനാട് അറിയാവുന്ന ഏതെങ്കിലും ഡയലോഗ്സ് ഉണ്ടാകും, അതിനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും മാമി മുമ്പിൽ നിൽക്കുന്നുണ്ടാകും. എങ്കിൽ കൂടി പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ സമരം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കാണട്ടെ. യെസ്, ട്രെയിലർ ലോഞ്ച് ആണ് നടക്കാൻ പോകുന്നത്. സിനിമയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള മഞ്ജു ചേച്ചിയെ ഞാൻ അതിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒഫീഷ്യലി ട്രെയിലർ ലോഞ്ച് ആയി എന്ന് അനൗൺസ് ചെയ്യാനായിട്ട് ചേച്ചി പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. നമ്മുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. നമ്മളെല്ലാവരും പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾക്ക് വരി എഴുതിയിട്ടുള്ള നമ്മുടെ എല്ലാവരും ഇപ്പം ഈ സിനിമയിലെ തന്നെ ഒരു രാത്രി കൂടി വിടവാങ്ങുമേ ഗിരീഷ് സാറിന്റെ ബ്രദർ കൂടി ഉണ്ട്. അദ്ദേഹത്തിനോട് കൂടി ഈ വേദിയിൽ ഈ ഒരു രണ്ടാമത്തെ മകനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കൂടി വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ 2 പേരും ചേർന്ന് നമ്മുടെ ഈ ഒരു ടോക്കൺ ഓഫ് ലവ് സ്വീകരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. യെസ്, ഹി ഈസ് ദേർ. ഞാൻ വിളിക്കട്ടെ അവർ വേദിയിലേക്ക്. ഷമി ചേച്ചി, അതെ, കസിൻസ് എക്സാക്ട്ലി അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാരൊക്കെയാണ്? 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ്. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഈ മൂവിനെ പറ്റി ഓർക്കുമ്പം ഷൂട്ടിംഗ് ആണെന്നൊന്നും ഓർമ്മയില്ല. അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നു മക്കളൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളെല്ലാ ഒരു ഫാമിലി ഫുൾ വെക്കേഷന് പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നു. അതിനിടയിൽ എപ്പോഴോ ക്യാമറ വെക്കുന്നു, ബോൾ കളിക്കാൻ പറയുന്നു, ഡയലോഗ് പറയാൻ പറയുന്നു, അങ്ങനെ ഒരു ഓർമ്മയുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അത് 27 ഇയേഴ്സിന് ശേഷം
അറ്റത്തുള്ളതാണ് കേട്ടോ ഞാൻ. അപ്പോൾ മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെ അതിനെക്കാട്ടി യങ്ങായിട്ടിരിക്കുന്നു, നമ്മളൊക്കെ വയസ്സായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സിബി അങ്കിൾ, താങ്ക് യു സിയാദ് അങ്കിൾ, താങ്ക് യു. ബോണിയാണ് വിളിച്ചത്, ബോണി താങ്ക് യു. ഷർമീൻ താങ്ക് യു. എല്ലാവരും മൂവി പോയി കാണണം, ഞങ്ങളും പോയി കാണും. താങ്ക് യു. എൻ്റെ പേര് ആൻസു. ഞാൻ യങ്ങസ്റ്റ് കിഡാണ് സമരം ബേത്ലഹേമിലെ മഞ്ജു ചേച്ചിൻ്റെ യങ്ങസ്റ്റ് കസിൻ. മൂവി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇന്നും ആൾക്കാർ സമരം ബേത്ലഹേം എന്ന് പറയുന്നതിനോട് നല്ല സ്നേഹം കാണിക്കുന്നതിൽ ഞാനും അതിൻ്റെ ഒരു പാർട്ടായതിൽ സന്തോഷമുണ്ട്. മെമ്മറീസ് കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വെക്കേഷൻ മോഡായിരുന്നു. ഒരു ഏപ്രിൽ ടൈമിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫുൾ വെക്കേഷൻ മോഡ്, പിള്ളേർ സെറ്റ്. പിന്നെ മഞ്ജു ചേച്ചിയായിട്ട് പെട്ടെന്ന് ഐസ് ബ്രേക്കായി. എനിക്കൊരു ചെറിയ മെമ്മറി ഉള്ളത്, മഞ്ജു ചേച്ചി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ കരയായിരുന്നു. അപ്പം മടിയിലിരുത്തി ഞങ്ങളെല്ലാവരും വലിയ കാര്യമായിരുന്നു. അപ്പം ആ ഒരു മെമ്മറി എൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ചൂളം മടിച്ച് കറങ്ങി നടക്കുക, അതിലൊക്കെ ഡാൻസ് ആ സീക്വൻസ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഫൺ ഫിൽഡ് മൂവിയായിരുന്നു. ബോണ്ടിങ് ഉണ്ട് ഇതിൽ, ഒരുപാട് സ്നേഹമുള്ളൊരു മൂവിയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ മൂവി പോയി കാണണം. താങ്ക് യു. ഞാനൊരു 70 പടത്തിലോളം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ പടത്തേക്കാളും എനിക്ക് പറയാനുള്ളത് ഞാൻ സല്ലാപമാണ്. എന്നെ നിവ്യ എന്ന് പറഞ്ഞത് അറിഞ്ഞു തുടങ്ങിയത് സല്ലാപത്തിലൂടെയാണ്. മഞ്ജു ചേച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ മൂവീസൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ രണ്ടാമത്തെ പടം എപ്പോഴും സമരം ബേത്ലഹേം പറയുള്ളൂ. കാര്യം അത്രയും എൻജോയ് ചെയ്ത്, ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അത്രയും എൻജോയ് ചെയ്ത പടം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്കിരുന്ന് കുറച്ച് സിനിമ കണ്ടു, പിന്നെ കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചു, അങ്ങനെ. ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ 2 പിള്ളേരുടെ കൂടെ ഇരുന്നാണ് കാണാൻ പോകുന്നത്. അവരിപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇതിലില്ല. 12 വയസ്സ് അത്രേ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. 11-12 വയസ്സ് അത്രേ ഉള്ളൂ. എൻ്റെ മോൻ ഇപ്പോൾ മൂത്ത ആൾക്ക് 15 വയസ്സായി. അപ്പോൾ അവൻ നോക്കുമ്പോൾ അമ്മ ചെറുതാ. അപ്പം ഞാനത് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇപ്പോൾ വരാൻ പറ്റിയതിലും. ഓൾ ദ പ്ലീസ് ഡു ദി ഓണേഴ്സ്. Thank you so much, Josetta. Next up. നമസ്കാരം. സമരം ബേത്ലഹേമിൻ്റെ റീ-റിലീസ് വലിയ വിജയമാകട്ടെ. എനിക്ക് വളരെ സ്പെഷ്യലാണ് സമരം ബേത്ലഹേം. എൻ്റെ സിനിമാ ജീവിതത്തിന് സമരം ബേത്ലഹേമിൻ്റെ കാലയളവാണുള്ളത്. സമരം ബേത്ലഹേം വലിയ ഹിറ്റായിട്ട് കൂടുമ്പോഴാണ് ഞാൻ ജന്മദിനം എന്ന് പറയുന്ന സിനിമ എഴുതുന്നത്. അപ്പോൾ സിയാദിക്കയും സിവിച്ചാനും എന്നെ വന്ന് കണ്ടിട്ട് ഒരു സിനിമ എഴുതാൻ ക്ഷണിക്കുന്നത് സമരം ബേത്ലഹേം വലിയ ഹിറ്റായി കൂടുമ്പോഴാണ്. അന്നത്തെ കാലത്ത് എനിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. അത് സമരം ബേത്ലഹേം അങ്ങനെ തകർത്തുവിടുന്ന ആ പൈസയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. ആ സിനിമ നടന്നില്ല. ഈ അടുത്ത കാലത്ത് സിവിചാരനോട് ചോദിച്ചു, നമുക്ക് ആ സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. ആലോചന ഇപ്പോഴും ഉണ്ട്. വളരെ എല്ലാവർക്കും ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള റൊമാൻസ്, അത് വലിയ വിജയമാണ്. എനിക്കൊന്ന് മഞ്ജുവിൻ്റെ റീ റിലീസ് ചെയ്യുന്ന സിനിമയാണ്. Thank you, sir. Thank you for joining us on this auspicious evening. But before that, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരിക്കൽ കൂടി ആ ഒരു ട്രെയിലർ ഇവിടെ ഈ ഒരു LED